കൽപ്പറ്റയിലെ സംസ്ഥാന സർക്കാരിന്റെ മാതൃകാ ടൗൺഷിപ്പിലൂടെ പുതിയ പുഞ്ചിരിമട്ടത്തിന്റെ ഹൃദയത്തുടിപ്പ് ലോകം കാണുമ്പോൾ ദുരന്തം വിധിച്ച പഴയ പുഞ്ചിരിമട്ടത്തെ സ്ഥിതി എന്താണെന്നുള്ളതാണ് റിപ്പോർട്ടർ സംഘം പരിശോധിക്കുന്നത്. എനിക്ക് പിൻഭാഗത്ത് ദുരന്തം വിധിച്ച വെള്ളരിമലയുടെ താഴ്വാരത്തെ ഈ പുഞ്ചിരിമട്ടം ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ഇതിങ്ങനെ പരണ്ടു കിടക്കുന്നു. എന്താ പറയുക, ദുഃഖം തളം കെട്ടി കിടക്കുന്നൊരു മേഖലയായിട്ട് ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പാറക്കഷ്ണങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്ത് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. നീരുറവ് പോലെ ഒഴുകിയിരുന്ന ചെറിയ പുഴയായിരുന്നു. 2024 ജൂലൈയിലായിരുന്നു മനുഷ്യ മനസാക്ഷിയെ തന്നെ നടുക്കിയ ദാരുണമായിട്ടുള്ള ഉരുൾപൊട്ടിയൊരു മേഖലയിൽ വെച്ച് സംഭവിക്കുന്നത്. ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്ന ഈ വെള്ളരിമലയുടെ താഴ്വാരത്തെ മുകൾ ഭാഗം പുഞ്ചിരിമട്ടം ആ ഭാഗത്തു നിന്നായിരുന്നു ഉരുൾ ഉത്ഭവിക്കുന്നത് തുടങ്ങുന്നത്. അർദ്ധരാത്രി മനുഷ്യരൊക്കെ തന്നെ കിടന്നുറങ്ങുന്ന സമയത്ത് വലിയ പാറക്കഷ്ണങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകി വരുന്ന വെള്ളത്തോടൊപ്പം ഒഴുകി വന്ന് വീടുകളും ഇവിടെയുണ്ടായിരുന്ന മൃഗങ്ങളെയും മനുഷ്യരെയൊക്കെ തന്നെ കൊണ്ടുപോയ ദാരുണമായിട്ടുള്ള കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. എന്തായാലും അതിൻ്റെയൊക്കെ തന്നെ അവശേഷിപ്പുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ഇവിടെയുള്ള മനുഷ്യരെയൊക്കെ തന്നെ വളരെ വേഗത്തിൽ തന്നെ പിന്നീട് സർക്കാർ സംവിധാനങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു. വീടുകളൊക്കെ തന്നെ പുഞ്ചിരിമട്ടത്ത് വളരെ സ്നേഹത്തോടെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും തകർന്ന വീടുകളൊക്കെ തന്നെ ഇപ്പോഴും ഇവിടെ അനാഥമായി കിടക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ചില വീടുകളുടെ മുറ്റത്തൊക്കെ തന്നെ കുട്ടികളുടെ കളിപ്പാട്ടകൾ, അവരുടെ പാഠപുസ്തകങ്ങൾ, അവരുടെ ചെരുപ്പ് പോലെയുള്ള വസ്തുക്കൾ ഉൾപ്പെടെ വലിയ ദുഃഖം തന്നെയാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. എന്തായാലും കേരളം, മലയാളികൾ ഒറ്റക്കെട്ടായി അതിജീവനത്തിൻ്റെ വലിയ മാതൃക തീർത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഭവനങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് കൽപ്പറ്റയിലെ എസ്റ്റേറ്റിൽ ഉൾപ്പെടെ ഇപ്പോൾ മാതൃകാ ടൗൺഷിപ്പ് ഒരുക്കിയിരിക്കുന്നത്. വലിയ മാതൃകാ പ്രവർത്തനം, മാനവികതയുടെ വലിയ മഹത്തായ സന്ദേശം പകരുന്ന മാതൃകാ പ്രവർത്തനമായിട്ട് അതൊരു ഭാഗത്ത് മാറുന്നുണ്ട്. അപ്പോഴും ഈ പഴയ പുഞ്ചിരിമട്ടത്തെ കാഴ്ച നമ്മളെ അത്രത്തോളം വേദനിപ്പിക്കുന്നത് തന്നെയാണ്. ആ കാഴ്ചകൾ തന്നെയാണ് ഇപ്പോഴും ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പുഴയുടെ പുനരുജ്ജീവനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നേരത്തെ ആരംഭിച്ചിരുന്നു. പക്ഷേ അത് അത്രത്തോളം വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കുന്നതല്ല. കാരണം വലിയ പാറക്കഷ്ണങ്ങൾ, അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലുൾപ്പെടെ ഒരു മേഖലയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സംഭവത്തിന് തൊട്ടു പിന്നാലെ വിദഗ്ധ സംഘം ഉൾപ്പെടെ ഒരു മേഖലയിൽ സന്ദർശനം നടത്തി. ഇനിയിവിടെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ലെന്ന വിദഗ്ധമായ റിപ്പോർട്ട് ഉൾപ്പെടെ സമർപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ആളുകൾ ഇനി താമസിക്കുക എന്നുള്ളത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നൊരു സാഹചര്യം തന്നെയാണ്. അവരൊക്കെ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. കൽപ്പറ്റയിൽ സർക്കാർ കണ്ടെത്തിയ സുരക്ഷിത കേന്ദ്രത്തിൽ തന്നെയാണ് അവർക്കൊക്കെ തന്നെ വീടുകൾ ഒരുക്കിയിട്ടുള്ളത്. രാഷ്ട്രീയ പാർട്ടികൾ, മുസ്ലിം ലീഗിനെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞ ദിവസം ഇവിടെ വീടുകൾ നഷ്ടപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വീടുകൾ കൈമാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിൽ ഇവിടെ വീടുകളും പരിസരവും ഭൂമിയൊക്കെ തന്നെ നഷ്ടപ്പെട്ട ആളുകളെ മലയാളികൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിജീവനത്തിൻ്റെ വലിയ ഒരു പാഠമായിട്ട് ഈ ഒരു സംഭവം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ മനുഷ്യർ ഇപ്പോൾ പുതിയ വീടുകളൊക്കെ തന്നെ കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സംസ്ഥാന സർക്കാർ അവർക്ക് കൈമാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറെക്കാലം അവർ സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിച്ച ഈ ഇടവും അവർ ഓർക്കുന്നുണ്ടാകും. ഈ ഇടം അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട തന്നെയാകും. കാരണം മതേതരത്വത്തിൻ്റെയൊക്കെ തന്നെ സ്നേഹത്തിൻ്റെയൊക്കെ തന്നെ വലിയ പാഠങ്ങൾ, അനുഭവങ്ങളൊക്കെ തന്നെ ഈ ദുരന്തമുണ്ടായതിന് തൊട്ടു പിന്നാലെ ഇവിടെ ഉണ്ടായിരുന്ന രക്ഷപ്പെട്ട മനുഷ്യരൊക്കെ തന്നെ നമ്മളോട് പങ്കുവച്ചതായിരുന്നു. സ്വാഭാവികമായിട്ടും അവർക്ക് സർക്കാരും ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ നിർമ്മിച്ച് നൽകിയിരുന്ന ടൗൺഷിപ്പിലൂടെയും ആ സ്നേഹവും ഐക്യവും നിലനിൽക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിജീവനത്തിൻ്റെ, മാനവികതയുടെ കൂടിച്ചേരലിൻ്റെ വലിയ ഒരു സന്ദേശമായിട്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.